നമസ്കാരം. ഡീപ്പ് വർക്ക് പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 18ാം ലോക്സഭയിലെ മന്ത്രിമാരും അതിൻ്റെ വകുപ്പുകളുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്യാബിനറ്റ് മന്ത്രിമാർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി അടക്കം 32 മന്ത്രിമാരാണ് 18ാം ലോക്സഭയിലുള്ളത്. മോദിയുടെ കീഴിൽ വരുന്ന വകുപ്പുകൾ പേഴ്സണൽ, പൊതുപരാതി പരിഹാരം, പെൻഷൻ, ആണവോർജം, ബഹിരാകാശം, സുപ്രധാന വിഷയങ്ങൾ, മറ്റു മന്ത്രിമാർക്ക് നൽകിയിട്ടില്ലാത്ത മുഴുവൻ വകുപ്പുകളും. ഇത്രയുമാണ് പ്രധാനമന്ത്രിയുടെ കീഴിൽ വരുന്നത്. രാജ്നാഥ് സിംഗ് പ്രതിരോധം, അമിത് ഷാ ആഭ്യന്തരം സഹകരണം, നിതിൻ ഗഡ്കരി റോഡ് ഗതാഗതം ഹൈവേ, JP നഡ്ഡ ആരോഗ്യം കുടുംബക്ഷേമം, രാസവളം, ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി കാർഷിക ക്ഷേമം ഗ്രാമവികസനം, നിർമ്മല സീതാരാമൻ ധനകാര്യം കോർപ്പറേറ്റ് കാര്യം, S ജയശങ്കർ വിദേശകാര്യം, മനോഹർ ലാൽ ഖട്ടർ ഊർജം, HD കുമാരസ്വാമി ഘനവ്യവസായം ഉരുക്ക്, പീയൂഷ് ഗോയൽ വാണിജ്യം വ്യവസായം, ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസം, ജിതിൻ റാം മാഞ്ചി ചെറുകിട ഇടത്തരം സംരംഭം MSME, രാജീവ് രഞ്ജൻ സിംഗ് ലലൻ സിംഗ് പഞ്ചായത്തി രാജ് ഫിഷറീസ് മൃഗപരിപാലനം ക്ഷീരോത്പാദനം, സർബാനന്ദ സോനോവാൾ തുറമുഖം ഷിപ്പിംഗ് ജലഗതാഗതം, ഡോക്ടർ വീരേന്ദ്ര കുമാർ സാമൂഹിക നീതി, റാം മോഹൻ നായിഡു വ്യോമയാനം, പ്രഹ്ലാദ് ജോഷി ഭക്ഷ്യ ഉപഭോക്തൃകാര്യം, പൊതുവിതരണം പുനഃസൃഷ്ടിക്കാവുന്ന ഊർജം, ജുവൽ ഒറാം പട്ടികവർഗം, ശിവരാജ് സിംഗ് ടെക്സ്റ്റൈൽസ്, അശ്വനി വൈഷ്ണവ് റെയിൽവേ, വാർത്താവിതരണം ഇലക്ട്രോണിക്സ് IT, ജ്യോതിരാദിത്യ സിന്ധ്യ കമ്മ്യൂണിക്കേഷൻ വടക്ക് കിഴക്കൻ മേഖലാ വികസനം, ഭൂപേന്ദ്ര യാദവ് പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാനം, ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സാംസ്കാരികം, ടൂറിസം, അന്നപൂർണ ദേവി വനിതാ ശിശുവികസനം, കിരൺ റിജിജു പാർലമെൻ്ററി കാര്യം ന്യൂനപക്ഷം, ഹർദീപ് സിംഗ് പുരി പെട്രോളിയം പ്രകൃതിവാതകം, ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ തൊഴിൽ യുവജനകാര്യം കായികം, G കിഷൻ റെഡ്ഡി കൽക്കരി ഖനി, ചിരാഗ് പാസ്വാൻ ഭക്ഷ്യസംരക്ഷണം, CR പാട്ടീൽ ജലശക്തി. ഇതുകൂടാതെ സ്വതന്ത്ര ചുമതലയുള്ള 5 മന്ത്രിമാർ ഉണ്ട്. അവരാരൊക്കെയാണെന്ന് നോക്കാം. റാവു ഇന്ദർജീത് സിംഗ്, ഡോക്ടർ ജിതേന്ദ്ര സിംഗ്, അർജുൻ റാം മേഘവാൾ, പ്രതാപ് റാവു ജാദവ്, ജയന്ത് ചൗധരി. സഹമന്ത്രിമാരായിട്ട് 36 പേരുണ്ട്. അതിൽ 2 പേർ മലയാളികളാണ്. സുരേഷ് ഗോപി പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം, ജോർജ് കുര്യൻ ന്യൂനപക്ഷം ഫിഷറീസ് മൃഗപരിപാലനം ക്ഷീരോത്പാദനം. അപ്പോൾ ഇത്രയാണ് നമുക്ക് 18ാം ലോക്സഭയിലെ പുതിയ കേന്ദ്രമന്ത്രിസഭയിലെ വിവരങ്ങൾ. ഇത് വളരെ ശ്രദ്ധിച്ചിട്ട് നോക്കാം.